മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നു. ശബരിമല നാളെ തുറക്കുകയാണ്. നട തുറക്കുമ്പോൾ പുതിയ ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും സ്ഥാനമേൽക്കും. പ്രതിദിനം 90,000 പേർക്കാണ് ഇപ്പോൾ പ്രവേശനം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എം.ജി. പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുമ്പോൾ പുതിയ ശബരിമല മേൽശാന്തിയായി ടി.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും ചുമതലയേൽക്കും. മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. പ്രതിദിനം 90,000 തീർത്ഥാടകർക്കായിരിക്കും ദർശനം അനുവദിക്കുന്നത്. ഇതിൽ 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, ചെങ്ങന്നൂർ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ കൃത്യമായി സമയക്രമം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത്. 17-ാം തീയതി മുതൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും ശബരിമല നട അടയ്ക്കുന്നത്. പിന്നീട് 3 മണിക്ക് നട തുറന്ന ശേഷം രാത്രി 11 മണിയോടുകൂടി ഹരിവരാസനത്തോടു കൂടിയായിരിക്കും ശബരിമല നട അടയ്ക്കുന്നത്. ഈ വഴിപാടുകളുമായി ബന്ധപ്പെട്ടത് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട്. 18,000-ന് മുകളിൽ പോലീസുകാരുടെ വിന്യാസമാണ് ശബരിമലയിലും പമ്പയിലും മറ്റ് ഇടത്താവളങ്ങളിലും ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും അറിയിക്കുന്നത്. ഇത്തവണത്തെ സീസണിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട് എന്നതാണ്. അപകടമരണം സംഭവിക്കുന്ന തീർത്ഥാടകർക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഇൻഷുറൻസ് തുക പൂർണ്ണമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് വഹിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും പ്രത്യേക കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ട്. 18-ാം പടിക്ക് മുമ്പായി തന്നെ ഈ ക്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കൂടാതെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അയ്യപ്പ ദർശനം നടത്താൻ കഴിയും. അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് ശബരിമലയിൽ പൂർത്തിയാകുന്നത്. ഈ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന കെ ജയകുമാർ IAS നാളെ ശബരിമല സന്നിധാനത്തെത്തും. അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ വരാനിരിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്.